ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനോ മഹിയോ പറയുന്നത് അനുസരിക്കാൻ തന്നെ ഇനി കിട്ടില്ല എന്നും എൻ്റെ അച്ഛനെ ജയിലിൽ കയറ്റും എന്നല്ലേ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അച്ഛൻ മാത്രമല്ല ഞാനും ജയിലിൽ പോകാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് കരുണ സമനില തെറ്റിയതുപോലെ പെരുമാറുമ്പോൾ ഞാനും കണ്ണേട്ടനും പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ നീ അതിൻ്റെ ഭവിഷ്യത്തുകളായിരിക്കും നിൻ്റെ ജീവിതത്തിൽ നീ ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നും ഇനി ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. കണ്ണേട്ടൻ വരുമ്പോൾ നീ തന്നെ ഇത് കണ്ണേട്ടൻ്റെ മുഖത്ത് നോക്കി പറ എന്ന് പറഞ്ഞുകൊണ്ട് മഹി കരുണയ്ക്ക് ഒരവസാനം താക്കീതും കൊടുത്തുകൊണ്ട് താഴേക്ക് പോകാൻ തുടങ്ങുന്നതും മഹിയോട് അടങ്ങാത്ത പകയും പ്രതികാരവും അസൂയയും എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന കരുണയാണെങ്കിൽ അവസരം മുതലെടുത്തുകൊണ്ട് മഹിയെ പുറകിൽ നിന്നും ചവിട്ടി വീഴ്ത്തുന്നു. അങ്ങനെ മഹി വീഴുന്നത് കണ്ട് മഞ്ജു ഓടി വരുന്നുണ്ട്. ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ദുർഗയും അവിടേക്ക് വരുന്നു. തുടർന്ന് എന്താ എന്ന് ചോദിച്ചു വരുന്ന ഉണ്ണിയോട് അവൾ സ്റ്റെപ്പിൽ നിന്നും സ്ലിപ്പായിട്ട് താഴേക്ക് വീണതല്ല എന്നും ഞാൻ അവളെ തള്ളി താഴെ ഇട്ടതാണെന്ന് ഒരു ഭ്രാന്തിയെ പോലെ പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് മഞ്ജു ആണെങ്കിൽ കണ്ണനെ വിവരം അറിയിക്കുന്നു. കണ്ണനും അനന്തവും വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ശേഷം തറവാട്ടിലെത്തുന്ന കരുണ ഒരു മുഴുഭ്രാന്തിയെ പോലെ പെരുമാറുന്നത് കണ്ട് വല്ലാതെ പേടി തോന്നുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. തുടർന്ന് മോഹിനി മഹിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ശേഷം മഹിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അനന്തവും കണ്ണനും മഞ്ജുവും ചേർന്ന് അവിടെ വെച്ച് കരുണയാണ് ഏട്ടത്തിയെ തള്ളിയിട്ടത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം മഞ്ജു കണ്ണനെ അറിയിക്കുന്നു. അത് കേട്ട് മഹിയെ അവിടെ താമസിപ്പിച്ചത് വലിയൊരു തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് വീട്ടിലെത്തുന്ന അനന്തു ലേഖയോടും കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേൾക്കുന്ന ലേഖയാണെങ്കിൽ മഹിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെയാണ് അനന്തുവേട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ ഭയന്നത് പോലെ തന്നെ സംഭവിച്ചു. മഹിക്കും കുഞ്ഞിനും ഒരാപത്തും കൂടാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് ലേഖ ചെയ്യുന്നത്. പിന്നീട് മോഹിനിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതുകൊണ്ട് തന്നെ മഹിയെ വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ മഹിയെ കിട്ടുന്നില്ല കേട്ടോ. ഒടുവിൽ കണ്ണനെ വിളിക്കുന്നു. തുടർന്ന് മോനെ ലക്ഷ്മി മോളെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു എന്നും മോൾ എന്താ ഫോൺ എടുക്കാത്തത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മേ അയാളിപ്പോൾ ഹോസ്പിറ്റൽ ICUവിലാണെന്ന് പറയുന്നുണ്ട് കണ്ണൻ. അപ്പോൾ മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് മോഹിനി വല്ലാതാകുമ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നും മഹിയെ അവൾ തള്ളി താഴെയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ നടന്നതെല്ലാം മോഹിനി അറിയിക്കുന്നു. അത് കേട്ട് ഞെട്ടി വിറച്ചു പോവുകയാണ് മോഹിനി. അവളിവിടെ ഉണ്ടെന്നും അവളുടെ ചില മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയെന്നും അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മി മോളെ വിളിച്ചത്. മോൾക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മോഹിനി ടെൻഷനോട് ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല അമ്മേ, അയാൾക്ക് ബോധം ഇതുവരെ വീണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ. ലക്ഷ്മി മോൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി കണ്ണനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ സ്വന്തം ചേച്ചിയോട് ചെയ്തതിൽ ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലാതെ മുറിയിലിരിക്കുകയാണ്. ഇതേ സമയം മോഹിനി വന്നിട്ട് നീ എന്താടി എൻ്റെ ലക്ഷ്മി മോളോട് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് കരുണയുടെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട്. കാരണം കുറേയായി കരുണയിൽ നിന്നും പ്രതാപനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നൊക്കെ മഹിക്ക് പലതവണയായി ഇപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു. പലതിൽ നിന്നും തലനാരിഴയ്ക്കാണ് മഹി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസവും പ്രതാപനും മഹിയുടെ ജീവിതം കണ്ട അസൂയും മൂത്ത് മഹിയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇതാ കരുണയുടെ ഭാഗത്തു നിന്നും മഹിക്കെതിരെ വലിയൊരു കൊടും ക്രൂരത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും മോഹിനിയെ സംബന്ധിച്ച് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ സകല നിയന്ത്രണവും വിട്ട് മോഹിനി കരുണയ്ക്ക് നേരെ ആളെ കത്തുന്നുണ്ട്. കരുണയാണെങ്കിൽ വീണ്ടും അമ്മയും കുഞ്ഞും ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ രണ്ടുപേരും ഈ ഭൂമി വിട്ടു പോയോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ ക്രൂരത പറയുമ്പോൾ അവളെ ശരിക്കും കൈകാര്യം ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ മോഹിനി. മാത്രമല്ല പ്രതാപനും മുത്തശ്ശിയും ഇപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ശിക്ഷ തന്നെ കരുണയ്ക്ക് കൊടുക്കാനായിട്ട് മോഹിനിക്ക് കഴിയുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയും ഉണ്ടെങ്കിൽ അവർ തടസ്സം പിടിക്കാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ തൻ്റെ ദേഷ്യം തീരുന്നത് വരെ കരുണയെ തല്ലിച്ചതിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. എൻ്റെ ലക്ഷ്മി മോൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇങ്ങനെ ഒരു അമ്മ നിനക്ക് ഇല്ല എന്ന് തന്നെ നീ കൂട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മഹിയുടെ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ എലിസബത്തിനോടായിട്ട് എങ്ങനെയെങ്കിലും അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കണം എന്നെല്ലാം തോമസ് സാറ് പറയുമ്പോൾ രണ്ടുപേരെയും കൂടി രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇച്ഛായ. കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്റ്റെപ്പിൽ നിന്നും വീണതുകൊണ്ട് അതിൻ്റെ ആഘാതം രണ്ടു പേർക്കും ഉണ്ടാകും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഡോക്ടർ എലിസബത്ത് പറയുന്നു. കണ്ണനാണെങ്കിൽ മഹിയെക്കുറിച്ച് ആലോചിച്ച് ICUവിനുള്ളിൽ തളർന്നിരിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ കണ്ണന് ആശ്വാസമായിട്ട് കൂടെ തന്നെയുണ്ട്. ഇതേ സമയം തോമസ് സാർ വന്നിട്ട് കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാണ് കണ്ണ. എലിസബത്ത് അവളുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ അമ്മയെയും കുഞ്ഞിനെയും ആരെയെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ളൊരു സത്യം തോമസ് സാറ് പറയുമ്പോൾ തകർന്നു പോകുന്നുണ്ട് കണ്ണൻ.
കണ്ണനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ തോമസ് സാറ്. കരുണയെ പോലെ ഒരുത്തിയുള്ള വീട്ടിൽ താൻ മഹാലക്ഷ്മിയെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിർത്താൻ പാടില്ലായിരുന്നു കണ്ണ. ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ തോമസ് സാറ്. കേൾക്കുന്ന കണ്ണൻ എൻ്റെ മഹിയും കുഞ്ഞും ഒരു കുഴപ്പവുമില്ലാതെ രക്ഷപ്പെട്ടു എന്നറിയട്ടെ. അത് കഴിഞ്ഞ് ഈ കമലേശ്വരത്തെ കണ്ണൻ ആരാണെന്ന് പ്രതാപനും അയാളുടെ അമ്മയും കരുണയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് കണ്ണൻ എന്തോ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളതുപോലെ പറയുന്നുണ്ട്. അങ്ങനെ മഹിയെയും കുഞ്ഞിനെയും അങ്ങനെ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് ഡോക്ടർ വിധി എഴുതുന്നു. അങ്ങനെ ഹൃദയം തകർന്നു നിൽക്കുന്ന ആ ഒരു സമയത്താണ് കണ്ണൻ്റെ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയുടെ മുഖം കണ്ണൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. തനിക്ക് ആ അമ്മ തന്ന അയ്യപ്പ വിഗ്രഹം തന്നെയാണ് മഹിയും പൂജിച്ച് ആരാധിക്കുന്നത്. അങ്ങനെ കണ്ണൻ വേഗം തന്നെ ഒറ്റപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്താണ് സിദ്ധിയായിട്ടുള്ള അമ്മ കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നത്. മഹിക്കും കുഞ്ഞിനും മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്നും കരുണയുടെ ക്രൂരതകൾക്ക് ഒരവസാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്നും അമ്മ ഒരു പ്രവചനം പോലെ കണ്ണനോട് പറയുന്നുണ്ട്. അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ അത് 100% വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൻ മനസ്സമാധാനത്തോടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് നമ്മുടെ മാർക്കോയാണെങ്കിൽ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട്. കരുണ മഹിയോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ചെല്ലാം മാർക്കോ അറിയുന്നുണ്ട്. ആ കരുണയില്ലാത്തവളെ അങ്ങ് തീർത്ത് കളയട്ടെ അമ്മയെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അവൾ ചെയ്തു കൂട്ടിയതിനെല്ലാം ഉള്ള ശിക്ഷ അവൾക്ക് വൈകാതെ കിട്ടുമെന്നും അത് പ്രതാപനും അയാളുടെ അമ്മയ്ക്കും കൂടിയുള്ള ഒരു തിരിച്ചടിയായിരിക്കുമെന്നും അമ്മ പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ മാർക്കോ തന്നെയാണ് മാർക്കോയുടെ കയ്യിലുള്ള ഒരു വേലിൻ്റെ ശക്തിയുണ്ട് ആ മഹിക്കും കുഞ്ഞിനും ഒരാപത്തും വരാതെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്